നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ചായിട്ടും എല്ലാവർക്കും, അതായത് വലിയവർക്കും ഒക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസരങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി വരുമ്പം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഇതൊരു തമിഴ്നാടൻ സ്റ്റൈൽ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും ചേർന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടുന്നതാണ്. ഒതൻറ്റിക്കായിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പരിപ്പാണ്. ഞാനിവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പ് എടുത്താലും കുഴപ്പമില്ല. അതും 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലാണ് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ തൊലി കളയാതെയാണ് ചേർത്തിട്ടുള്ളത്. വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ടും ചേർക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് ഒരു 3 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നല്ല കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ചെയ്യുക കേട്ടോ. ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് ഇങ്ങനെ മൂത്ത് പോകരുത്. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കടിക്കും. അപ്പം ഭയങ്കര കട്ടിയായി പോകും. അപ്പം അത്ര നന്നായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു രീതിയിലായി വന്നാൽ മാത്രം മതിയാവും കേട്ടോ. ഒരുപാട് ഇട്ട് അങ്ങനെ ഡ്രൈ ആക്കി റോസ്റ്റാക്കി എടുക്കണ്ട. ഇതൊന്ന് ചെറുതായിട്ടൊന്നിന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയാണ്. പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ട് വേണം. കാരണം ഈ ഒരു റൈസിന് കുറച്ചൊരു മഞ്ഞ കളറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ റൈസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി നോക്കിയിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി വെക്കണം. കാരണം നാരങ്ങാൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പം ഇവിടെ പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് അരിയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം. ഇപ്പം നമ്മൾ കൈമാരി ബിരിയാണി അരി അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചോറിൻ്റെ അരി ഏതാണോ ആ വെച്ചിട്ടുള്ള ചോറായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനകത്ത് കുറഞ്ഞ ഉപ്പേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോകാം. കാരണം ചെറുനാരങ്ങ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഇത് കേടായി പോകത്തുമില്ല കേട്ടോ. 1-2 ദിവസമൊക്കെ അത് ഇരിക്കുന്നതാണ്. നന്നായിട്ട് റാപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ കേടാവത്തൊന്നുമില്ല. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അത് ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പൊരിച്ചത് മതി കേട്ടോ. അപ്പം ഇത് മാത്രം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ മോളെ ലഞ്ച് ബോക്സിലേക്കായിട്ട് ഞാനൊരു ചിക്കൻ ഫ്രൈ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ റെസിപ്പി കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് സുഖമില്ലാത്ത സമയത്തും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ പല റൈസിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.